കേരളത്തിലെ ഗതാഗത ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് ദേശീയപാത 66ന്റെ 6-വരിപ്പാത വികസനം. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും നിരന്തരമായ പ്രവൃത്തികൾക്കും ശേഷം ദേശീയപാതയുടെ ഭൂരിഭാഗവും ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നിരിക്കുകയാണ്. ഈ പാത തുറക്കപ്പെടുന്നത് വെറും റോഡിന്റെ വീതിയോ ദൂരമോ കുറയ്ക്കുന്നതിലല്ല, മറിച്ച് നമ്മുടെ യാത്രാ രീതിയിലും ഗതാഗത സംസ്കാരത്തിലും ഒരു സമൂലമായ മാറ്റം ആവശ്യപ്പെടുന്നു എന്ന വസ്തുത കൂടിയാണ്. ഇതുവരെ നമ്മൾ പരിചയിച്ച എങ്ങനെയെങ്കിലും പോയി ലക്ഷ്യത്തിലെത്തുക എന്ന ശൈലി ഈ അതിവേഗ പാതകളിൽ സ്വീകാര്യമല്ല. ഈ ആധുനിക പാതകൾ നമുക്ക് സമയലാഭം നൽകുന്നതിനൊപ്പം നമ്മൾ അതീവമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള മരണപാതയായി ഇത് മാറാനും സാധ്യതയുണ്ട്. ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ റോഡിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ അപകടങ്ങൾ ആ ദുസ്സൂചനകൾ നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഓരോ യാത്രക്കാരനും അറിഞ്ഞിരിക്കേണ്ട പുതിയ ഗതാഗത ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. 6-വരി പാതകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിവേഗ യാത്രകൾക്ക് വേണ്ടിയാണ്. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ട്രാഫിക് തടസ്സങ്ങളില്ലാതെയും പരമാവധി സുരക്ഷിതമായും ദീർഘദൂര യാത്രകൾ പൂർത്തിയാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വേഗം കുറഞ്ഞതും അപകട സാധ്യത കൂട്ടുന്നതുമായ വാഹനങ്ങളെ ഈ പാതകളിൽ നിന്ന് കർശനമായി ഒഴിവാക്കിയിരിക്കുന്നു. ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ അതായത് ബൈക്കുകൾ, സ്കൂട്ടറുകൾ, പിന്നീട് ട്രാക്ടറുകൾ, സൈക്കിളുകൾ, മൃഗങ്ങളെ വലിക്കുന്ന വണ്ടികൾ തുടങ്ങിയവയ്ക്കെല്ലാം 6-വരി പാതയിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇതൊരു കേവലമായ നിരോധനമായി കാണരുത്. ഒരു അതിവേഗ പാതയിൽ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗത്തിൽ വരുന്ന ഒരു കാറിനോ ട്രക്കിനോ മുന്നിൽ 50 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു ഇരുചക്ര വാഹനമോ ഓട്ടോറിക്ഷയോ വരുമ്പോൾ സംഭവിക്കാവുന്ന അപകടം ഊഹിക്കാവുന്നതിലും വലുതാണ്. വേഗതയിലുള്ള ഈ വലിയ വ്യത്യാസം കൂടുമ്പോൾ അപകട സാധ്യതയും വർദ്ധിക്കുന്നു. ഈ നിയമം ഓരോ യാത്രികന്റെയും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. നിയമലംഘനത്തിന്റെ പ്രത്യാഘാതം എന്ന നിലയിൽ ഇത്തരം വാഹനങ്ങൾ പാതയിൽ പ്രവേശിച്ചാൽ വലിയ പിഴ അടയ്ക്കേണ്ടി വരും. അതിലുപരി നിയമവിരുദ്ധമായി പ്രവേശിച്ചാണ് അപകടം സംഭവിച്ചതെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായി നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ വേഗം കുറഞ്ഞ വാഹനങ്ങൾ യാത്രയ്ക്കായി സർവീസ് റോഡുകൾ മാത്രം ഉപയോഗിക്കാൻ കർശനമായി ശ്രദ്ധിക്കണം. 6-വരി പാതയുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും അവഗണിക്കുന്ന ഒരു നിർണായക ഘടകമാണ് അതിനോട് ചേർന്നുള്ള സർവീസ് റോഡുകൾ. ഇവ സാധാരണയായി ദേശീയപാതയിൽ പ്രവേശിക്കാനും പുറത്തു കടക്കാനും അതുപോലെ റോഡിനോട് ചേർന്നുള്ള പ്രാദേശിക യാത്രകൾക്കും വേണ്ടിയുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയുടെ അറിയിപ്പ് പ്രകാരം സർവീസ് റോഡുകൾ 2-വേ ഗതാഗതത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഈ റോഡുകൾക്ക് പലയിടത്തും 6.5 മീറ്റർ മാത്രമാണ് വീതി, പലയിടത്തും ഇതിലും കുറവാണ്. ഈ വീതിയിൽ ഒരേ സമയം 2 ദിശകളിലേക്ക് വാഹനം വരുമ്പോൾ അശ്രദ്ധ സംഭവിച്ചാൽ അപകടം ഉറപ്പാണ്. അതിനാൽ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എതിർ ദിശയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു വാഹനം വരാമെന്ന ധാരണയിൽ വണ്ടി ഓടിക്കുക. വേഗം നിയന്ത്രിക്കുന്നതിനൊപ്പം ഓരോ അടിപ്പാതയിലും ജംഗ്ഷനിലും അതീവ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ദേശീയപാതയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ കവാടങ്ങളിൽ വേഗത കുറയ്ക്കണം. ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് വാഹനങ്ങൾ അതിവേഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. അവിടെ പൂർണ്ണമായും നിർത്തിയ ശേഷം മറ്റു വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ വലത്തോട്ട് തിരിഞ്ഞ് പാതയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. തിടുക്കത്തിൽ കയറുന്നത് വൻ ദുരന്തത്തിന് വഴിവെക്കും. 6-വരി പാതയുടെ സുരക്ഷിതമായ യാത്രയുടെ ആധാരശിലയാണ് ലൈൻ ഡിസിപ്ലിൻ അഥവാ വരി തെറ്റാതെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഈ പാത സാധാരണയായി 3 വരികളായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ വരിക്കും അതിൻ്റെതായ വ്യക്തമായ ധർമ്മമുണ്ട്. ഏറ്റവും ഇടത്തെ വരി വേഗം കുറഞ്ഞ വാഹനങ്ങൾക്കും ഭാരം കയറ്റിയ ട്രക്കുകൾ പോലുള്ള വലിയ വാഹനങ്ങൾക്കും ഉള്ളതാണ്. നിങ്ങളുടെ യാത്രാവേഗം കുറവാണെങ്കിൽ സ്ഥിരമായി ഈ വരി തുടരുക. നടുക്കുള്ള വരി അനുവദിക്കപ്പെട്ട വേഗപരിധിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കുള്ളതാണ്. മിക്കപ്പോഴും കൂടുതൽ വാഹനങ്ങൾ ഈ വരിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വലത്തെ വരിയാണ്. ഇത് ഓവർടേക്ക് ചെയ്യാനുള്ളതും അടിയന്തര സ്വഭാവമുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ളതുമാണ്. ആംബുലൻസ്, അഗ്നിരക്ഷാ വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് സ്ഥിരമായി ഈ വരിയിലൂടെ പോകാൻ അനുവാദമുള്ളൂ. മറ്റൊരാളെ മറികടന്ന ശേഷം ഉടൻ തന്നെ നടുക്കുള്ള വരിയിലേക്കോ അല്ലെങ്കിൽ സ്വാധുവായ സാഹചര്യമെങ്കിൽ ഇടത്തെ വരിയിലേക്കോ മടങ്ങേണ്ടത് അത്യാവശ്യമാണ്. വലത്തെ വരിയിലൂടെ സ്ഥിരമായി ഓടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. കാരണം ഉയർന്ന വേഗതയിൽ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ അപകടങ്ങൾ സംഭവിക്കാൻ ഇത് കാരണമാകും. ആധുനിക പാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള അടയാള ബോർഡുകളും മുന്നറിയിപ്പുകളും വെറുതെ സ്ഥാപിച്ചിട്ടുള്ളവയല്ല, മറിച്ച് ഓരോന്നിനും കൃത്യമായ ഉദ്ദേശമുണ്ട്. ഓരോ മേഖലയിലും പോകേണ്ട
പരമാവധി വേഗം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചേ വേഗം കൂട്ടാവൂ. കണ്ണെത്താ ദൂരം റോഡ് കിടക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ അമിത വേഗത എടുക്കുന്നത് ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും. നിയന്ത്രണം വിട്ട് ഒരു അപകടം സംഭവിച്ചാൽ ഉയർന്ന വേഗത കാരണം അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്കും പുറത്തേക്കുമുള്ള പ്രവേശ കവാടങ്ങൾക്ക് തൊട്ടു മുൻപായി റോഡിൽ കാണുന്ന മഞ്ഞ വരകൾ വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ്. അത്തരം മേഖലകളിൽ വേഗം കുറച്ച് പൂർണ്ണമായ ശ്രദ്ധയോടെ വേണം സഞ്ചരിക്കാൻ. കൂടാതെ ഏത് വരിയിൽ നിന്നായാലും മറ്റൊരു വരിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സൂചന നൽകണം. ആ ഭാഗത്ത് വാഹനമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ട്രാക്ക് മാറണം. പിന്നിൽ വാഹനങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഇൻഡിക്കേറ്റർ ഇടുന്നത് നല്ല ശീലമാണ്. വാഹനത്തിന്റെ എല്ലാ കണ്ണാടികളിലും സ്ഥിരമായി ശ്രദ്ധ ചെലുത്തേണ്ടത് ഒരു ഡ്രൈവറുടെ അടിസ്ഥാനപരമായ കടമയാണ്. കേരളത്തിലെ 6 വരി പാതകൾ സംസ്ഥാനത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും മുഖമാണ്. എന്നാൽ ഈ റോഡുകൾ സുരക്ഷിതമായി ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു റീലേണിംഗ് അഥവാ പുനർപഠനമാണ്. ലെയിൻ ഡിസിപ്ലിൻ, വേഗപരിധി പാലിക്കൽ, നോ എൻട്രി നിയമങ്ങൾ എന്നിവ നമ്മുടെ യാത്രാ സംസ്കാരത്തിന്റെ ഭാഗമാകണം. ഇതുവരെ പരിചയിച്ച ശീലങ്ങളെ പുതിയ പാതയ്ക്ക് പുറത്ത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ഈ 6 വരി പാത നമുക്ക് സമയവും സുരക്ഷിതത്വവും നൽകുന്ന വികസന പാതയായി മാറും. അല്ലാത്ത പക്ഷം നിയമലംഘനം തുടരുന്ന ഓരോ നിമിഷവും ഇത് നമ്മുടെയും സഹയാത്രികരുടെയും മരണപ്പാതയായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല എന്ന് ഓർക്കുക. റോഡ് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, പിഴ ഒഴിവാക്കാൻ വേണ്ടിയുള്ളതല്ല. പുതിയൊരു ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്.